ഒരു വീട്ടിൽ മാത്രമല്ല, ഒരു ഗ്രാമത്തിൽ മാത്രമല്ല, പല വീടുകളിലും ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. ചില കുട്ടികൾ ജനിച്ചേ തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളോടെയായിരുന്നു. നാട്ടുകാർക്ക് ഒരു ചോദ്യം മാത്രം: നമ്മുടെ നാട്ടിൽ മാത്രം എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം തേടിയപ്പോൾ അന്വേഷണം എത്തിയത് ഒരു കശുമാവ് തോട്ടത്തിലേക്ക്. അവിടെ വർഷങ്ങളായി ഒരു കീടനാശിനി തളിച്ചിരുന്നു. പേര് എൻഡോസൾഫാൻ. പക്ഷേ ആ കീടനാശിനിക്കും ഈ ദുരിതങ്ങൾക്കും ശരിക്കും ബന്ധമുണ്ടായിരുന്നു. കാസർഗോഡിലെ കശുമാവ് തോട്ടങ്ങളിൽ കീടങ്ങളെ നിയന്ത്രിക്കാനാണ് എൻഡോസൾഫാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത് സാധാരണ രീതിയിൽ മാത്രം തളിച്ചിരുന്നില്ല. വലിയ പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആകാശത്തു നിന്നും കീടനാശിനി തളിച്ചിരുന്നു. വർഷങ്ങളോളം ഈ രീതിയിൽ തളിക്കൽ തുടർന്നു. അന്ന് ഇതിൻ്റെ ഭാവിയിലെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാട്ടുകാർക്കറിയില്ലായിരുന്നു. കാലം കടന്നുപോയി. പിന്നീടാണ് നാട്ടുകാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പല കുടുംബങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങൾ, ചില കുട്ടികളിലും ഗുരുതരമായ പ്രശ്നങ്ങൾ. ആദ്യം ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് ആരും ഉറപ്പിച്ചു പറഞ്ഞില്ല. പക്ഷേ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു: ഇതിൻ്റെ കാരണം എന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ പഠനങ്ങൾ ആരംഭിച്ചു. എൻഡോസൾഫാൻ തളിച്ച പ്രദേശങ്ങളെയും അങ്ങനെ തളിക്കാത്ത പ്രദേശങ്ങളെയും താരതമ്യം ചെയ്തു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ എൻഡോസൾഫാൻ തളിച്ച പ്രദേശത്തെ ആളുകളിൽ കൂടുതലായി കണ്ടെത്തി. അതോടെ സംശയം കൂടുതൽ ശക്തമായി. വർഷങ്ങളായി തളിച്ചിരുന്ന ആ കീടനാശിനിക്ക് ഇതുമായി ബന്ധമുണ്ടോ? ദേശീയ തൊഴിൽ ആരോഗ്യ ഗവേഷണ സ്ഥാപനവും ഈ വിഷയം പഠിച്ചു. പഠനത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ എൻഡോസൾഫാൻ തളിച്ച പ്രദേശത്തെ ആളുകളിൽ കൂടുതലായി കണ്ടെത്തി. ഈ പ്രദേശവും മറ്റൊരു പ്രദേശവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്നായിരുന്നു വർഷങ്ങളായുള്ള ആകാശമാർഗമുള്ള എൻഡോസൾഫാൻ തളിക്കൽ. ഇതോടെ എൻഡോസൾഫാൻ സമ്പർക്കം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യത വളരെ ഗൗരവമായി പരിഗണിക്കപ്പെട്ടു. പിന്നീട് ഈ വിഷയം കാസർഗോഡിന്റെ അതിർത്തി കടന്നു. വാർത്തകൾ പുറത്തുവന്നു. പ്രതിഷേധങ്ങൾ ശക്തമായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടു. ബാധിതർക്ക് ചികിത്സയും സഹായവും പുനരധിവാസവും വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് എൻഡോസൾഫാനെതിരെ രാജ്യതലത്തിൽ തന്നെ നടപടികൾ ഉണ്ടായി. 2011 സുപ്രീം കോടതി എൻഡോസൾഫാന്റെ നിർമ്മാണം, വിൽപ്പന, ഉപയോഗം എന്നിവയ്ക്കെതിരെ ഇടക്കാല നിരോധനം ഏർപ്പെടുത്തി. അങ്ങനെ കാസർഗോഡിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രശ്നം രാജ്യത്തിന്റെ ശ്രദ്ധയിലെത്തി. കീടനാശിനി തളിക്കുന്നത് നിർത്തി. പക്ഷേ ഇതിനകം ദുരിതം അനുഭവിച്ച കുടുംബങ്ങളുടെ ജീവിതം പഴയപടിയായില്ല. അവർക്ക് ചികിത്സ വേണം, സഹായം വേണം, പുനരധിവാസം വേണം. അതിനായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കി. ഇന്നും എൻഡോസൾഫാൻ ബാധിതർക്കായി ചികിത്സയും പുനരധിവാസ സഹായങ്ങളും തുടരുന്നുണ്ട്. ഒരു കീടനാശിനി തളിച്ചു. പിന്നെ ഒരു നാട് ചോദ്യം ചെയ്തു: എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കുന്നത്? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് വലിയൊരു അന്വേഷണം ആരംഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാസർഗോഡിലെ ആ കുടുംബങ്ങളുടെ കഥ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. പക്ഷേ അവർ ഇന്നും മുന്നോട്ട് പോകുകയാണ്. വേദന അവരെ തളർത്തിയില്ല, അവരെ കൂടുതൽ ശക്തരാക്കി. അവരുടെ ജീവിതം നമ്മളൊരു ദുരന്തത്തിന്റെ ഭാഗമായി മാത്രം ഓർക്കരുത്. അവരുടെ പോരാട്ടം നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ അവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാൾ നമ്മളിൽ ആരെങ്കിലും ആയിരിക്കാം. അവർക്ക് വേണ്ടത് സഹതാപം മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സമൂഹമാണ്. അവരുടെ കഥ കേൾക്കുക, ഓർക്കുക, കഴിയുന്നിടത്ത് കൈത്താങ്ങാകുക. കാരണം ചില പോരാട്ടങ്ങൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാനുള്ളതല്ല. കാസർഗോഡിലെ ഈ കുടുംബങ്ങൾ ശക്തരാണ്, പക്ഷേ അവർ ഒറ്റയ്ക്കല്ലെന്ന് അവർക്കറിയണം.